ഈ കേരളത്തിലെ നിയമസഭയിലെ ഒരു MLA, ആ നിയമസഭയുടെ അന്തസ്സത്തെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു MLA ഇത്തരത്തിലൊരു ഹീനമായ പ്രവൃത്തി ചെയ്തതുകൊണ്ട്, എന്റെ കുടുംബജീവിതം തകർത്തതുകൊണ്ട്, അതുകൊണ്ടും കൂടിയാണ് ആ സഭയിലെ തന്നെ മുതിർന്ന ഒരാള് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ പോലീസ് മേധാവിക്കും പരാതി നൽകിയത്. ഇത്ര നേരമായിട്ട് എന്റെ പരാതിക്കൊരു മറുപടി വന്നിട്ടില്ല എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് വ്യക്തമാക്കണം. എനിക്ക് മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ടെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ VD സതീശൻ അവരോടും കൂടി ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് കേട്ടു, അല്ലാതെ അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി സ്വീകരിക്കാൻ എന്താണ് നിങ്ങൾ മുതിർന്നിട്ടുള്ളത്? അദ്ദേഹം ഇപ്പോഴും പാലക്കാട് നഗരത്തിലൂടെ വിലസുന്നുണ്ട്. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും അതിജീവിതയുടെ ഭർത്താവ് രംഗത്തെത്തിയിരിക്കുന്നു. തന്റെ കുടുംബജീവിതം തകർത്ത രാഹുലിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുമില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതല്ലാതെ കോൺഗ്രസ് മറ്റെന്ത് നടപടി സ്വീകരിച്ചെന്നും തനിക്കും നീതി കിട്ടണമെന്നും അതിജീവിതയുടെ ഭർത്താവ് ആവശ്യപ്പെടുന്നു. വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ഡാനി, കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിക്കും DGPക്കും യുവാവ് പരാതി നൽകിയത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് തങ്ങളുടെ ജീവിതം, കുടുംബജീവിതം തകർത്തത്. താൻ ഒരു ഇരയാകപ്പെട്ട വ്യക്തിയാണ്. അതിന് പിന്നാലെ പാലക്കാട് കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇപ്പോൾ കൊച്ചിയിൽ വാർത്താ സമ്മേളനം നടത്തുന്നു. ഈ കേസിൽ നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ കുറ്റത്തിന് കേസെടുത്തിരുന്നു, ഗർഭയുദ്ധം നടത്തിയതിന് കേസെടുത്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലുണ്ട്. അത് നമുക്കറിയാം. പിന്നീട് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞൊരു സാഹചര്യമാണുള്ളത്. പോലീസ് പരമാവധി നടപടികൾ സ്വീകരിച്ചതാണ്. ഇപ്പോൾ ഈ യുവാവ്, ഈ ഇരയുടെ, ഈ പരാതിക്കാരിയുടെ ഭർത്താവ് എന്താണ് ആവശ്യപ്പെടുന്നത്? ഏത് രീതിയിലുള്ള നടപടി രാഹുലിനെതിരെ സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്? ഇക്കാര്യത്തിൽ ഈ യുവാവ് ആവശ്യപ്പെടുന്ന ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നത്, തൻ്റെ കുടുംബജീവിതം, വളരെ സ്വസ്ഥമായി പോകുന്ന തൻ്റെ കുടുംബജീവിതം തകർത്തത് രാഹുൽ മാങ്കൂട്ടമാണ്. അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ തങ്ങൾക്കിടയിലെ, തനിക്കും ഭാര്യയ്ക്കുമിടയിലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് പറഞ്ഞു തീർക്കാൻ വേണ്ടിയാണ് ഇടപെട്ടത് എന്നതാണ് പറഞ്ഞത്. പക്ഷേ തങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മനഃപൂർവ്വം ഒരാൾ കടന്നു വരികയായിരുന്നു, അയാളുടെ ഉദ്ദേശം തെറ്റായിരുന്നുവെന്ന് പിന്നീടുള്ള ഇടപെടലിൽ എല്ലാവർക്കും തന്നെ മനസ്സിലായതാണ്. ഈ രീതിയിൽ ഒരാൾ ഇടപെട്ട തങ്ങളുടെ കുടുംബജീവിതം ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തനിക്ക് ഇതിൽ നീതി ലഭിക്കണം എന്നതാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അത് തിരിച്ചു ചോദിക്കുന്നതാണ്, എനിക്ക് നീതിക്ക് അർഹതയില്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ആരും ചിന്തിക്കാത്തത്? എനിക്ക് സമൂഹം ഉൾപ്പെടെയുള്ള നീതി ഉറപ്പാക്കേണ്ടതാണ്. താനും ഇതിൽ ഇരയാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തനിക്ക് നീതി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവാവ് അപ്പോൾ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ DGPക്കും പരാതി നൽകിയിരിക്കുന്നു. പരാതി നൽകിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഈ രീതിയിൽ പോലീസിൻ്റെ ഭാഗത്ത് നടക്കുമുള്ള ഒരു ഇടപെടൽ ഇക്കാര്യങ്ങളിൽ ഉണ്ടാകണമെന്ന് പറയുന്നു. ഇതിൽ തൻ്റെ കുടുംബജീവിതം തകർത്തൊരാൾ ഇപ്പോഴും തന്നെ MLA ആയി തുടരുകയാണ്. പാലക്കാട് അയാൾ നിരവധിയായ പരിപാടികളിലടക്കം പങ്കെടുത്തുകൊണ്ട് അയാൾക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അയാൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി പറയുന്നതല്ലാതെ മറ്റ് നടപടികളില്ല. അയാൾ ഒരു MLA ആയിട്ട് തന്നെ തുടരുന്നു. അയാൾക്ക് എല്ലാവിധ സ്ഥാനമാനങ്ങളും തന്നെ ഉണ്ട്, മുന്നോട്ട് പോകുന്നു. നഷ്ടപ്പെട്ടത് തനിക്കാണ്, തൻ്റെ കുടുംബജീവിതമാണ് ഇതോടുകൂടി ഇല്ലാതായത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഗാർഹിക സംബന്ധമായ കാര്യങ്ങളിൽ ഒരു നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇയാൾ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ DGPക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും അടക്കം പരാതി നൽകിയിരിക്കുന്നത്. പറയുന്ന മറ്റൊരു കാര്യം, ഇക്കാര്യത്തിൽ പലരും തന്നെയും ഇത്തരം പരാതികളുമായി മുന്നോട്ട് വരേണ്ടതാണ്. പക്ഷേ ആരും വരാത്തത് ഇവരുടെ എല്ലാം തന്നെ സ്വസ്ഥതയും കുടുംബജീവിതവും തകരുമെന്ന് തന്നെ കണ്ടിട്ടാണ്. കാരണം അയാൾ മറ്റ് പലരുടെ ജീവിതത്തിലും ഇടപെട്ടിട്ടുണ്ട് എന്ന സൂചനകളാണ് ഇയാൾ നൽകുന്നത്. മറ്റു പലർക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരും ഇതിൽ പ്രതികരിക്കാതിരിക്കുന്നത് അവരവരുടെ കുടുംബങ്ങൾ കൂടി ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് പോകുമെന്നതാണ്. തൻ്റെ കുടുംബചിത്രം, തൻ്റെ വിവാഹ ഫോട്ടോ അടക്കം
ചിലർ ബോധപൂർവം പ്രദർശിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തു. അവർക്കെതിരെയുള്ള നടപടികളും തുടരുകയാണ്. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു നിസ്സഹായാവസ്ഥയിലേക്ക് താൻ പോകുന്ന ഒരവസ്ഥയാണ് നിലവിൽ ഉള്ളത്. തനിക്ക് പലരും തന്നെ പിന്തുണ നൽകുന്നുണ്ട്. ആ പിന്തുണയെ താൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് രാഹുൽ ഈശ്വർ അടക്കം ആ പിന്തുണ നൽകുന്നു. അദ്ദേഹം മറ്റു പല വിഷയങ്ങളിലും പലരെയും പിന്തുണയ്ക്കുന്നതായി കണ്ടിട്ടുണ്ടെന്നും ഇയാൾ പറയുന്നു. പക്ഷേ ഈ വിഷയത്തിൽ തന്നെ പിന്തുണച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ താൻ ബഹുമാനിക്കുന്നു. ആ പിന്തുണ താൻ സ്വീകരിക്കുന്നു എന്നതാണ് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോഴെല്ലാം തന്നെ ഏത് രീതിയിലുള്ള ഒരു നിയമ നടപടികൾ ഇദ്ദേഹത്തിനെതിരെ സ്വീകരിക്കണം എന്ന കാര്യം, അത് സംബന്ധിയായ കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. തൻ്റെ കുടുംബജീവിതം തകർത്ത ഒരാൾക്ക് കൃത്യമായ രീതിയിലുള്ള നിയമ നടപടികൾ ഉറപ്പാക്കണം എന്നതാണ് ഈ യുവാവ് വാർത്താ സമ്മേളനത്തിലൂടെ ഇത് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ടോം. പക്ഷേ ഡാനി, നമുക്കറിയാം ഇവിടെ ആ യുവാവ് സൂചിപ്പിച്ചത് കഴിഞ്ഞ ദിവസം പാലക്കാട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് തങ്ങളുടെ കുടുംബജീവിതത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ടായപ്പോൾ അത് പരിഹരിക്കാനെന്ന പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നുകൂടിയത്. പിന്നീട് യുവതിയെ വശീകരിച്ച് ആ ഇരുവരും തമ്മിൽ സൗഹൃദത്തിലാകുന്നു. പിന്നീട് യുവതി ഗർഭിണിയാകുന്നു. ആ ഗർഭം തൻ്റെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടൽ അങ്ങേയറ്റം മോശമായ രീതിയിൽ തൻ്റെ ജീവിതം തകർത്തു, കുടുംബജീവിതം തകർത്തു, പിന്നീട് വേട്ടയാടി. ഇന്നലെ രാഹുൽ ഈശ്വർ സൂചിപ്പിച്ചു ആ യുവതിയല്ല യഥാർത്ഥത്തിൽ അതിജീവിത, ഈ ചെറുപ്പക്കാരനും ഒരു ഇരയാണ് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഈ പ്രത്യേകിച്ചും ഈ പരാതിക്കാരി നേരത്തെ കോടതിയിൽ അടക്കം സൂചിപ്പിച്ച കാര്യം, ഈ ഇരുവരും തമ്മിലുള്ള, അതായത് ഈ യുവതിയും ഭർത്താവും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞ ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുപ്പത്തിലായതെന്നാണ്. പക്ഷെ അത് പൂർണ്ണമായും തള്ളുന്ന രീതിയിലല്ലേ യുവാവിൻ്റെ പ്രസ്താവന. കാരണം ഇരുവരും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതൊരു യാഥാർത്ഥ്യമാണ്. അതിനിടെ ആ പ്രശ്നം പരിഹരിക്കാവുന്ന പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയെന്നാണ് പറയുന്നത്. സ്വാഭാവികമായും കോടതിക്ക് മുൻപാകെ കേസുണ്ട്. ഈ യുവാവ് ഇത്തരമൊരു പരാതി ഉന്നയിച്ച് രംഗത്തെത്തുമ്പോൾ അവിടെ ഈ യുവതിയുമായി കുടുംബജീവിതം ഉണ്ടായിരുന്നു, രണ്ടുപേരും ഒന്നിച്ച് താമസിച്ചിരുന്നതാണ്, ഇരുവരും തമ്മിൽ വിവാഹബന്ധമൊന്നും വേർപെടുത്തിയിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകില്ലേ? കേസ് കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകില്ലേ കാര്യങ്ങൾ, ഡാനി? ഇപ്പോൾ നമ്മൾക്ക് മുന്നിലുള്ളത് ഈ യുവാവിൻ്റെ ഈ പ്രസ്താവനയാണ്. കാരണം അത് അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയും വെളിപ്പെടുത്തുകയും എല്ലാം തന്നെ ചെയ്യുകയാണ്. നിലവിൽ കോടതിയിലിരിക്കുന്ന കേസിനെക്കുറിച്ചോ അതിൻ്റെ നടത്തിപ്പ് രീതികളെക്കുറിച്ചോ അതിലെ വാദമുഖങ്ങളെക്കുറിച്ചോ അതിലെ മറ്റേതെങ്കിലും രീതിയിലുള്ള ആസ്പദമായ സംഭവങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല ഇയാൾ പറയുന്നത്. ഇയാൾ പറയുന്നത് തൻ്റെ കുടുംബജീവിതം തകർത്ത ഒരാൾ, അയാൾക്കെതിരെ ഒരു നിയമ നടപടി, നിയമവാഴ്ച അയാൾക്കെതിരെ ഉറപ്പാക്കണമെന്ന് മാത്രമാണ് ഇയാൾ പറയുന്നത്. അയാൾ പറയുന്നത് കൃത്യമായും കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ താനാണ് ഇതിൽ ഇരയാക്കപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തുകൊണ്ട് സമൂഹവും മാധ്യമങ്ങളും തൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നില്ല എന്നൊരു ചോദ്യമാണ് അയാൾ എന്ന വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുന്നത്. ഈ കാര്യത്തിൽ ഒരു കൃത്യമായൊരു നിലപാട് ആരും സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു. സ്വസ്ഥമായ ഒരു കുടുംബജീവിതമായിരുന്നു തങ്ങളുടെ ഉണ്ടായിരുന്നത്. ഈ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ സ്വാഭാവികമായും വീടുകളിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളോ കാര്യങ്ങളോ അതൊക്കെ തന്നെയാകാം ഉണ്ടായിരുന്നത്. അങ്ങനെ വേർപിരിഞ്ഞു പോകേണ്ടതോ അല്ലെങ്കിൽ വേർപിരിയേണ്ട സാഹചര്യങ്ങളിലേക്കോ നീങ്ങേണ്ടതോ ആയ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഇയാൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഒരു മധ്യസ്ഥനായി കടന്നു വന്ന ഒരാളാണ് പിന്നീട് ജീവിതം എന്നേക്കുമായിട്ട് ഈ രീതിയിലേക്ക് ആക്കുന്ന പോലെ ആയത്. അപ്പോൾ ഇയാൾക്കുടെ റോളുകൾ, ഇയാൾ എന്താണ് ഇവിടെ ചെയ്തത് എന്നത് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. കേരള സമൂഹത്തിന് മുഴുവനായിട്ട് തന്നെ ഇയാൾ എന്താണ് ചെയ്തത് എന്നത് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഈ കാര്യങ്ങളിൽ നീതി ഉറപ്പാക്കേണ്ടതുണ്ട്. അത് എല്ലാവരുടെയും തന്നെ ഉത്തരവാദിത്വം തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. വളരെ സ്വസ്ഥമായി ജീവിച്ചു പോന്നിരുന്നൊരു സാഹചര്യത്തിൽ നിന്ന് അത്തരം ചില അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ അത് കൂടുതൽ കലുഷിതമാക്കുന്ന രീതിയിലേക്കായിരുന്നു ഈ മധ്യസ്ഥൻ എന്ന് പറഞ്ഞു വന്നൊരാളുടെ ഒരു ഇടപെടലുണ്ടായത്. അങ്ങനെ ഒരു മധ്യസ്ഥൻ്റെ പോലും ഒരാവശ്യവും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുകയും അതുമൂലം തൻ്റെ ജീവിതം തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തു. താൻ മറ്റെല്ലാവരുടെയും മുന്നിൽ അവഹേളിക്കപ്പെട്ടു. വളരെയധികം
അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. തന്നെയും കരുതിക്കൂട്ടി ഈ കേസിൽ അപമാനിക്കുകയായിരുന്നു ചിലരുടെ ശ്രമം എന്നതെല്ലാം തന്നെ ഇയാൾ ചൂണ്ടിക്കാണിക്കുന്നു. തൻ്റെ വിവാഹ ഫോട്ടോ അടക്കം ചിലർ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു അവഹേളനമാണ് താൻ നേരിട്ടത്. ഇനി ഇതിൽ കൂടുതലൊന്നും തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനെല്ലാം കാരണമായത് രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനാകട്ടെ യാതൊരു രീതിയിലുള്ള വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ടില്ല. കോടതിയിലെ കേസ് നടക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതൊരു ഭാഗത്തു കൂടി നടന്നു പോവുകയും ചെയ്യുന്നു. മറ്റൊരു ഭാഗത്ത് അയാൾ പാലക്കാടിൻ്റെ MLA ആയി തുടരുകയും ചെയ്യുന്ന സാഹചര്യമാണ്. അവിടെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനോ മറ്റോ ഒന്നും തന്നെ തടസ്സമില്ല. അയാൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ പോലും ഏതാണ്ട് അവസാനിച്ച ഒരു ഘട്ടത്തിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ആത്യന്തികമായി ഇത് തന്നെയും കുടുംബത്തെയും മാത്രം ബാധിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. താൻ ഇതിൽ കൃത്യമായ രീതിയിൽ ഒരു ഇരയാക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ DGPക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകിയത്. ഇതൊരു ഗാർഹികമായ സ്വഭാവത്തിലുള്ളൊരു പരാതിയാണ്. അതിന് ആ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്നതാണ് ഇയാൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. കൃത്യമായ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് തൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. കാരണം അവിടെ ഈ യുവാവ് എന്ന് വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ച കാര്യമുണ്ട്. തനിക്ക് നീതി കിട്ടണം, മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മാത്രമല്ല കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി എന്നതിനപ്പുറം എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന്. പക്ഷെ പരമാവധി കോൺഗ്രസിൽ നിന്നും പുറത്താക്കി, ബാക്കി MLA സ്ഥാനം രാജിവെക്കണോ വേണ്ടയോ എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തീരുമാനമാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല പാലക്കാട് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകിയില്ല എന്ന് കോൺഗ്രസ് ഉറപ്പിച്ച് തന്നെ പറയുന്നുമുണ്ട്. അതിനപ്പുറം കോൺഗ്രസിന് എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും? മാത്രമല്ല പോലീസും നിയമപരമായി മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അതിനപ്പുറം ഏത് രീതിയിലുള്ള നടപടിയെക്കുറിച്ചാണ് യുവാവ് സൂചിപ്പിക്കുന്നത്? ഗാർഹികമായ രീതിയിലുള്ള സ്വഭാവത്തിലുള്ള പരാതികളായിട്ടാണ് ഈ യുവാവ് ഇക്കാര്യങ്ങൾ പറയുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമല്ല പറയുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകണം എന്നത് പറയുന്നു. അദ്ദേഹം ഒരു പക്ഷേ അദ്ദേഹത്തെ ഈ അനുഭവിക്കേണ്ടി വന്ന മാനസിക സംഘർഷങ്ങളടക്കം അതൊരു വലുതാണ്. ആ രീതിയിലുള്ള കാര്യങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ഒരു തുടർച്ചയായുള്ളൊരു വാർത്താ സമ്മേളനത്തിലേക്ക് അടക്കം പോവുകയും തൻ്റെ ഭാഗം പറയാനായിട്ട് ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നത്. കാരണം വലിയ രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ താൻ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു. അതുകൊണ്ട് ആ മാനസിക സംഘർഷങ്ങൾക്കടക്കം ഉത്തരവാദിത്തം പറയേണ്ടതുണ്ട്. നിലവിൽ ഇയാൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പലവിധമായ കേസുകളും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും തനിക്ക് നേരിട്ട ആ ഒരു മാനഹാനിയോ അല്ലെങ്കിൽ താൻ നേരിട്ട വലിയ വൈഷമ്യങ്ങൾക്കൊന്നും പകരമാകുന്നില്ല. അതിനെല്ലാം നടപടികൾ ഉണ്ടാകണമെന്ന് പറയുന്നു. ഏത് നടപടിയെടുക്കണമെന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. അതിൽ തീരുമാനിക്കേണ്ടത് അധികാരികളാണ്, അല്ലെങ്കിൽ അതിലൊരു വിശദീകരണം നൽകേണ്ടത് അധികാരികളാണ്. അതുതന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. തൻ്റെ പരാതി ലഭിച്ചിട്ട് അതിൽ എന്ത് നടപടി ഉണ്ടായി, അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന നടപടികൾ അതും കൂടി അതിലെല്ലാം ഉതകുന്നതാണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലേക്ക് പുതിയ കേസുകളോ അല്ലെങ്കിൽ അതിന് സാഹചര്യമായ സംഭവങ്ങളോ അതിലുണ്ടോ എന്നതടക്കമുള്ളൊരു വിശദീകരണമെങ്കിലും തരേണ്ടതുണ്ട്. താൻ നൽകിയ ഒരു പരാതിയിൽ എന്ത് നടപടികളെടുത്തു, ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടികൾ അതിന് പര്യാപ്തമാണോ എന്ന രീതിയിലൊരു വിശദീകരണമെങ്കിലും വേണമെന്ന് പറയുന്നു. ഏതായാലും അതുണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വീണ്ടും ഇയാൾ മാധ്യമങ്ങളെ കണ്ടത്. കേട്ടോ, വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. യഥാർത്ഥത്തിൽ യുവാവ് സൂചിപ്പിക്കുന്ന പോലെ അയാളും ഒരു ഇരയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ കുടുംബജീവിതമാണ് തകർത്തത്. ആ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു. അവിടെ തകർക്കപ്പെട്ടത് ഈ യുവാവിൻ്റെ ജീവിതം കൂടിയാണ്. വ്യാജ അതിജീവിത എന്ന് അധിക്ഷേപിച്ച രാഹുൽ ഈശ്വറിൻ്റെ നടപടി ജാമ്യവ്യവസ്ഥയുടെ ലംഘനമെന്ന് പോലീസ്. ഇതോടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് റിപ്പോർട്ട് പ്രോസിക്യൂഷൻ ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ സമർപ്പിക്കും. യുവതി നൽകിയ പരാതിയിൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നീക്കം. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, ഒരു തവണയല്ല തുടർച്ചയായി രാഹുൽ ഈശ്വർ ഈ യുവതിയെ അധിക്ഷേപിക്കുന്നുണ്ട്. യുവതി ഇരയോ അതിജീവിതയോ അല്ല. ഇവിടെ ആരാണ് അതിജീവിത അല്ലെങ്കിൽ അതിജീവിതൻ ആരാണെന്നല്ല ചർച്ച, സത്യം എന്താണെന്ന് അറിയണം എന്ന രീതിയിലുള്ള വാദഗതികളുമായി രാഹുൽ ഈശ്വർ മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തിയിരുന്നു. മാത്രമല്ല താൻ ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടില്ലെന്നും സൂചിപ്പിച്ചിരുന്നു.
പക്ഷെ കർശന ഉപാധികളോടെയാണ് രാഹുൽ ഈശ്വറിന് കോടതി ജാമ്യം അനുവദിച്ചത്. യുവതിയെ വീണ്ടും അധിക്ഷേപിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി രാഹുൽ ഈശ്വർ അത്തരം പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് പോലീസിൻ്റെ പുതിയ നീക്കം? ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ് രാഹുൽ ഈശ്വർ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വിലയിരുത്തലാണ് പോലീസ്. അത് പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് തയ്യാറാക്കാനിടയായ സാഹചര്യം നമുക്കറിയാം. കഴിഞ്ഞ ദിവസമാണ് തന്നെ വ്യാജ അതിജീവിതയെന്ന് ആക്ഷേപിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ വീണ്ടും ഒരു യൂട്യൂബ് വീഡിയോ ചെയ്തുവെന്ന് കാണിച്ച് യുവതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയത്. ആ പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷമാണ് അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് പ്രോസിക്യൂഷൻ ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം ഇതേ റിപ്പോർട്ടിൻ്റെ പകർപ്പ് സംസ്ഥാന പോലീസ് ആസ്ഥാനത്തെ ലീഗൽ അഡ്വൈസർക്ക് കൂടി കൈമാറിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് ലഭിക്കുന്ന നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നുവെന്ന വിലയിരുത്തലിൽ പോലീസ് ഉറച്ചു നിൽക്കുകയാണ്. അത് പോലീസ് റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടാകുകയും ജാമ്യ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടുവെന്ന് കോടതി സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായാൽ രാഹുൽ ഈശ്വറിനെതിരെ കടുത്ത നടപടികളിലേക്ക് പോലീസ് കടന്നേക്കുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇരിയുടെ മേൽവിലാസം, അതായത് പരാതിക്കാരിയുടെ മേൽവിലാസം കൃത്യമായി പുറത്തു വരുന്ന തരത്തിലുള്ള ഇടപെടലാണ് രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നത് എന്ന വിലയിരുത്തലാണ് പോലീസ്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ അടക്കം പോലീസിൻ്റെ കൈവശമുണ്ട്. അതുകൂടി അതിലെ വിശദാംശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കി അത് പോലീസ് ആസ്ഥാനത്തേക്കും അതോടൊപ്പം സെഷൻസ് കോടതിയിലേക്കും അയച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇത് നമുക്കറിയാം, രാഹുൽ ഈശ്വർ വളരെ നിയമപരിജ്ഞാനമുള്ള വ്യക്തിയാണ്. പക്ഷേ ഇതിനു മുൻപ്, അതായത് ഈ അതിജീവിതയെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ തുടർച്ചയായ അതിജീവിതയെ അധിക്ഷേപിച്ചപ്പോൾ അയാൾ പറഞ്ഞ കാര്യമുണ്ടായിരുന്നു. അതായത് തനിക്കെതിരെ വലിയ ആത്മവിശ്വാസമായിരുന്നു, തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയില്ല, എല്ലാ നിയമവും പാലിച്ചുകൊണ്ടാണ് ഈ പരാമർശങ്ങൾ നടത്തുന്നത്. തുടർച്ചയായി ചാനൽ ചർച്ചകളിൽ വന്ന് അധിക്ഷേപിക്കുന്നു, സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപം നടത്തുന്നു. പക്ഷെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. കോടതിയുടെ, കാരണം പോലീസ് കേസെടുത്തപ്പോഴും രാഹുൽ ഈശ്വർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് കോടതിയുടെ പരിഗണനയിൽ കേസെത്തിയാൽ തനിക്ക് നീതി കിട്ടും, കാരണം താൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല, ആരെയും അധിക്ഷേപിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ കോടതി കർശനമായ താക്കീതാണ് നൽകിയത്. മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസിൽ അതിജീവിതയെ അധിക്ഷേപിച്ച പലർക്കെതിരെയും നടപടി ഉണ്ടായി. രാഹുൽ ഈശ്വർ നിരവധി ദിവസം ജയിലിൽ കടന്നു. പക്ഷെ പുറത്തിറങ്ങിയപ്പോഴും ഇതേ രീതിയിൽ വീണ്ടും ഈ യുവതിയെ അധിക്ഷേപിക്കുന്നു. നിയമമൊക്കെ അറിവുണ്ടായിട്ടും, നിയമത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിട്ടും വീണ്ടും അധിക്ഷേപിക്കുന്നു. സ്വാഭാവികമായും കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ, ഈ കേസ് വരുമ്പോൾ ജാമ്യം റദ്ദാക്കണമെന്ന ഒരു നടപടിയുമായി പ്രോസിക്യൂഷൻ മുന്നോട്ട് നീങ്ങുമ്പോൾ എന്ത് പ്രതീക്ഷിക്കാം? ഒരു പക്ഷേ കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം അത്തരത്തിലുള്ള തെളിവുകളടക്കമാണ് പോലീസ് റിപ്പോർട്ടിനോടൊപ്പം കോടതി സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായി അതിൽ എടുത്തു പറയുന്ന കാര്യം, ഇര ആരാണ്, അല്ലെങ്കിൽ ഈ പരാതിക്കാരിയായ യുവതി ആരാണ് എന്ന കാര്യം പുറം ലോകത്തെ അറിയിക്കുന്ന തരത്തിലുള്ള പരോക്ഷമായ സൂചനകൾ ഈ വീഡിയോയിലുണ്ട് എന്നതാണ് പോലീസിൻ്റെ ആക്ഷേപം. അത് കൃത്യമായി തന്നെ ഈ നിയമവ്യവസ്ഥകളുടെ ലംഘനമാണ്, സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് എന്നതാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം മുമ്പോട്ട് വെക്കുന്നത്. അതിനെപ്പറ്റി രാഹുൽ ഈശ്വറിനും കൃത്യമായൊരു ബോധ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ആത്മവിശ്വാസം ഒരു വശത്ത് പ്രകടിപ്പിക്കുമ്പോഴും മറുവശത്തെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറിന് തന്നെ കൃത്യമായ ചില സൂചനകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്,
ഇതിന് പിന്നിലൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. അതായത് ഈ പരാതിക്കാരിയെ പൊതുസമൂഹത്തിൽ അധിക്ഷേപിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം നടക്കുന്ന പ്രചരണങ്ങൾക്ക് പിന്നിൽ ഒരു സംഘടിത സ്വഭാവമുണ്ട് എന്ന വിലയിരുത്തലാണ് പോലീസ്. അത് കൂടുതൽ പരാതിക്കാർ രംഗത്തെത്താതിരിക്കാനായി മറ്റുള്ളവരെ ഭീതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു നീക്കം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള സൈബർ അധിക്ഷേപം പരാതിക്കാർക്ക് നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ നിയമ നടപടി ഇതിൽ ഉറപ്പുവരുത്തിയില്ല എങ്കിൽ സമാനമായ തരത്തിലുള്ള ഇനി വരാനിരിക്കുന്ന പരാതിക്കാരുടെ ആത്മവിശ്വാസം അത് തകർക്കും. അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് കൃത്യമായ തന്നെ പോലീസിൻ്റെ നിരീക്ഷണം ഈ സൈബർ പോലീസും പോലീസ് ആസ്ഥാനത്ത് കൃത്യമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതായത് ഇരകളുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട നേരിട്ട വിശദാംശങ്ങളോ വെളിവാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ സൈബർ ഇടങ്ങളിൽ നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന്. അത്തരത്തിൽ പല അറസ്റ്റുകളും സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിൽ നിന്ന് ഉണ്ടായി. വീണ്ടും സൈബർ ഇടങ്ങൾ കൃത്യമായി പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് രാഹുൽ ഈശ്വറിൻ്റെ വളരെ നാടകീയമായ ഈ വ്യാജ അതിജീവിത പരാമർശം ഉണ്ടാകുന്നത്. അത് വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ ആവർത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷവും ഒരുപക്ഷേ യുവതി പരാതിയുമായി വീണ്ടും രംഗത്തെത്തുന്ന സാഹചര്യം എത്തിയതോടെയാണ് കാര്യങ്ങൾ മാറിയത്. അവിടെ യുവതിക്കെതിരെ താൻ പരാതി നൽകിയെന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വർ ഇന്നലെ വീണ്ടും മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതായത് 16 ദിവസം തന്നെ അകത്തിട്ടു. അത് ഈ പരാതിക്കാരിയായ യുവതി വിവാഹിതയാണെന്ന കാര്യം താൻ പൊതുസമൂഹത്തെ അറിയിച്ചതിലുള്ള പ്രതികാരമാണ് തനിക്കെതിരെ നടക്കുന്നത് എന്ന ആക്ഷേപമാണ് രാഹുൽ ഈശ്വർ മുമ്പോട്ട് വെച്ചത്. അതടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഈശ്വർ ഒരു വശത്ത് പറയുമ്പോൾ തന്നെ പൊതുസമൂഹത്തിൽ അപമാനിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് രാഹുൽ ഈശ്വർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന ആക്ഷേപമായിരുന്നു യുവതിയുടേത്. അത് ചൂണ്ടിക്കാണിച്ചാണ് അവർ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം ഉണ്ടായിരിക്കുന്നുവെന്ന് പ്രഥമദൃഷ്ട്യാ പോലീസിന് ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അത്തരത്തിൽ ഗുരുതര സ്വഭാവമുള്ള ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തുടർ നീക്കങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും രാഹുൽ ഈശ്വറിനെതിരെ ഏത് നടപടി വേണമെന്ന കാര്യത്തിൽ പോലീസും ഒരു ധാരണയിലേക്ക് എത്തും. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഈശ്വറിനെതിരെ എന്ത് നടപടിയായിരിക്കും ഉണ്ടാവുക? രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ ഉടൻ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത വരുന്നുണ്ട്. TV നേതാവും നടനുമായ വിജയ്ക്ക് CBI സമൻസ്. കരൂർ ദുരന്തത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് സമൻസ്. ഈ മാസം 12-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശമുള്ളത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 27-നാണ് വിജയുടെ റാലിക്കിടെ വൻ ദുരന്തമുണ്ടാകുന്നതും തിക്കിലും തിരക്കിലും പെട്ട് 40-ലധികം TVKയുടെ പ്രവർത്തകർ മരിക്കുകയും ചെയ്തത്. നിരവധി ആളുകൾക്ക് 100-ലധികം പേർക്ക് പരിക്കേറ്റിരുന്നു. അതിനുശേഷവും കഴിഞ്ഞ ദിവസം വിജയ് രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി രംഗത്ത് വരുന്നു. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിജയുടെ പാർട്ടിക്ക് വലിയ സാധ്യതയുണ്ടെന്ന സർവേകളൊക്കെ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം TVKയുടെ പാർട്ടിയുടെ നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് CBI ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് വിജയ്ക്ക് സമൻസ് അയച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, ഈ മാസം 12-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ വിജയുടെ പാർട്ടിയുടെ നേതാക്കളെ, പ്രധാനപ്പെട്ട നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്തിരുന്നു. തമിഴ്നാട്ടിൽ CBIക്ക് ഓഫീസ് ഉണ്ടായിട്ടും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിൽ മറ്റ് രാഷ്ട്രീയ നീക്കങ്ങളുണ്ടെന്ന വിമർശനം നിലനിൽക്കുന്നുണ്ട്. അതിനിടെയാണ് വിജയ്ക്കും സമൻസ് അയച്ചിരിക്കുന്നത്. 12-ന് ഹാജരാകണം. എവിടെ ഹാജരാകണമെന്നാണ് നിർദ്ദേശം? വിശദാംശങ്ങൾ. ടോം, വിജയോടും ഡൽഹിയിലെ ഓഫീസിൽ തന്നെ ഹാജരാകാനാണ് CBI നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഈ അന്വേഷണം നടത്തുന്ന മൂന്നാമത്തെ ഒരു സംഘമാണ് CBI എന്ന് പറയുന്നത്. ആദ്യം സംസ്ഥാന പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. പിന്നീട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നിയോഗിച്ച പ്രത്യേക SIT കേസിൽ അന്വേഷണം നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ CBI കേസ് വിശദമായി പരിശോധിക്കുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ 2 അന്വേഷണ ഏജൻസികൾ
വേദികളും ഇപ്പോൾ പോലീസ് ആണെങ്കിലും അതുപോലെ തന്നെ SIT ആണെങ്കിലും മറ്റ് TVKയുടെ പല നേതാക്കളെയും ചോദ്യം ചെയ്യുകയും ഇവരെ പലരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ഉൾപ്പെടെ ചെയ്തിരുന്നു. എന്നാൽ വിജയിയെ മാത്രം ഇതുവരെ ചോദ്യം ചെയ്യാനോ അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാനോ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഉത്തരവ് ഇറക്കിയിരുന്നില്ല. അത് സംസ്ഥാന സർക്കാരിൻ്റെ DMK സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നായിരുന്നു. അതായത് വിജയ്ക്ക് ഇത്തരത്തിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നിർദ്ദേശം നൽകുകയോ എന്തെങ്കിലും തരത്തിൽ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നാൽ തന്നെ അത് വിജയുടെ ജനപ്രീതി വർദ്ധിക്കാൻ ഇടയാകും. ഇത്തരത്തിലൊരു കാര്യം അത് വിജയ്ക്ക് ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ ഈ ഒരു വിഷയം ഇട്ടുകൊടുക്കാൻ DMK സർക്കാർ ഒരുക്കമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പോലീസും SITയും ഒന്നും തന്നെ വിജയെ ചോദ്യം ചെയ്യാൻ ഇതുവരെയും വിളിച്ചിരുന്നില്ല. എന്നാൽ CBI അടുത്ത ഘട്ടത്തിലാണ് ഈ കേസിന്റെ അന്വേഷണവുമായി രംഗത്ത് വരുന്നത്. വിജയുടെ പാർട്ടിയായ TVK തന്നെ ഈ കേസിൽ CBI അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല ആവർത്തി രംഗത്ത് വന്നിരുന്നു. വിജയ് ഒരു ലൈവ് വീഡിയോ പുറത്തുവിട്ടപ്പോഴും അതുപോലെ തന്നെ മറ്റ് പാർട്ടിയിലെ നേതാക്കൾ പ്രതികരിച്ചപ്പോഴൊക്കെ ഈ കരൂർ ദുരന്തത്തിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഈ ഗൂഢാലോചന സിദ്ധാന്തം അവർ ആദ്യം മുതൽ തന്നെ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. അതായത് ഈ പരിപാടി നടക്കുന്ന വേദിയിലേക്ക് ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കടന്നു വരുന്നു, ചിലർ വിജയുടെ വാഹനത്തിന് നേരെ കല്ലെറിയുന്നു, പ്രവർത്തകരെ ആക്രമിക്കുന്നു, അതുപോലെ പോലീസ് വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നില്ല, ഇത്തരത്തിൽ പല കാര്യങ്ങൾ. അതുപോലെ ഈ മേഖലയിൽ കറണ്ട് കട്ട്, വൈദ്യുതി കട്ട് ചെയ്തു ഈ സമയത്ത്. ഇത് പ്രശ്നങ്ങൾ ഗുരുതരമാക്കി തുടങ്ങി പല വാദങ്ങൾ TVK മുന്നോട്ട് വെച്ചിരുന്നു. ഇത്തരത്തിൽ TVK പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് BJP ആ സമയത്ത് സ്വീകരിച്ചിരുന്നത് എന്നത് ശ്രദ്ധേയമാണ്. കാര്യം TVK ആദ്യം മുതൽ തന്നെ തങ്ങളുടെ ഒരു ആശയപരമായ എതിരാളിയായി BJPയെ പ്രഖ്യാപിച്ചിരുന്നു. BJPക്കെതിരെയും വിജയ് പല വേദികളിലും വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള നീക്കങ്ങൾ വിജയ് സജീവമാക്കി മുന്നോട്ട് വന്ന ആ സാഹചര്യത്തിൽ ഈ കരൂർ ദുരന്തം വിജയ്ക്കൊപ്പം നിന്ന് സംസ്ഥാന സർക്കാരിനെതിരെ ഒരു ആയുധമാക്കാനാണ് BJP അന്ന് മുതൽ തന്നെ ശ്രദ്ധിച്ചത്. അതിനുശേഷമാണ് ഈ CBI അന്വേഷണം, ഈ കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചത്. അതിനുശേഷം പോലീസിൻ്റെ കയ്യിൽ നിന്നും SITയുടെ കയ്യിൽ നിന്നും ഉണ്ടായിരുന്ന എല്ലാ രേഖകളും CBI അവരുടെ പക്കലേക്ക് തിരിച്ചു വാങ്ങുന്നു. അതിനുശേഷം വിജയുടെ വാഹനത്തിലെ CCTV ദൃശ്യങ്ങൾ CBI പരിശോധിക്കുന്നു. തുടർന്ന് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നിർവഹിച്ച ഡോക്ടർമാർ, ആദ്യം കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ, അതുപോലെ ഈ കൊല്ലപ്പെട്ട ആളുകളുടെ മറ്റ് കുടുംബാംഗങ്ങൾ, ഈ പരിപാടിയുടെ ദൃക്സാക്ഷികളായിരുന്ന മറ്റ് ആളുകൾ, അതുപോലെ തന്നെ എല്ലാവരെയും, ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് CBI കടന്നു. TVKയുടെ നേതാക്കളുടെ കാര്യം നോക്കുകയാണെങ്കിൽ TVK ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബുസിയ ആനന്ദിനെയും ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള നിർമ്മൽ കുമാർ, അതുപോലെ തന്നെ ഈ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മതിയഴകൻ, ഇവരെ എല്ലാവരെയും CBI ഇതിന് മുൻപേ തന്നെ ചോദ്യം ചെയ്യലിനെ വിളിച്ചിരുന്നു. ഇപ്പോഴാണ് വിജയെയും ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു നടപടിയിലേക്ക് CBI കടക്കുന്നത്. ഡൽഹിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് വിജയ്ക്ക് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ മാസം 12-ാം തീയതി ചോദ്യം ചെയ്യലിന് എത്തണമെന്നാണ് നിർദ്ദേശം. നടനും TVK നേതാവുമായ വിജയ്ക്കാണ് CBI സമൻസ് അയച്ചിരിക്കുന്നത്. ഈ മാസം 12-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശമുള്ളത്. ഡൽഹിയിലെ ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് സമൻസിൽ പറയുന്നത്. സ്പോട്ട് ലൈവിൻ്റെ ഒരു ഇടവേള പരിശോധിക്കുന്നത്. കാസർഗോഡ് വീട്ടിലെ കിടപ്പുമുറിയുടെ ഫാനിൽ തൂങ്ങിയ സ്വദേശിനി നവ്യയാണ് മരിച്ചത്. ഇരു സംഭവങ്ങളിലും പോലീസ് അസ്വാഭാവിക മരണത്തിൻ്റെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, ഏറെ ദാരുണമായിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ് കാസർഗോഡും മംഗളൂരുവിലും ഉണ്ടായത്. മംഗളൂരുവിലെ നവ്യയുടെ മരണം കാമുകൻ വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറിയതാണ്. പക്ഷേ കാസർഗോട്ടെ രൂപിക എന്ന +1 വിദ്യാർത്ഥിനി ജീവനെടുക്കാനുള്ള കാരണം എന്താണ് പോലീസ് പറയുന്നത്? ടോമെ, അങ്ങേയറ്റം സങ്കടകരമായ വാർത്തകൾ തന്നെയാണ്. രണ്ട് സംഭവങ്ങളാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അതിൽ പൊല്ലൂരിലേക്ക് വന്നാൽ പൊല്ലൂരിലെ രൂപിക എന്ന് പറയുന്ന
+1 വിദ്യാർത്ഥി ഇത്തരത്തിൽ വീട്ടിൽ കിടപ്പുമുറിയിൽ തൂങ്ങിയാണ് ആത്മഹത്യ ശ്രമിച്ചത്. പിന്നീട് ഗുരുതരാവസ്ഥയിൽ കാസർകോട്ടെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം മംഗളൂരുവിലേക്ക് കൊണ്ടുപോയി. മംഗളൂരുവിൽ നിന്നാണ് ഈ കുട്ടി പിന്നീട് മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇന്ന് രാവിലോടുകൂടി മരണത്തിന് കീഴടങ്ങിയായിരുന്നു. ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ കുട്ടി പഠിക്കുന്നത് പരവനടുക്കം എന്ന് പറയുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാണ്. ഈ സ്കൂളിൽ ഈ കുട്ടിക്ക് പഠിക്കാൻ അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. തന്റെ സഹപാഠികളോട് താൻ ഇവിടെ പഠിക്കുന്നതിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ട്, താൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അത്ര. പക്ഷെ അവർ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് അവർ തീരെ പ്രതീക്ഷിച്ചില്ല. അതാണ് ഈ ഒരു ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു സംഭവം നടന്നത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മംഗളൂരുവിലാണ്. മംഗളൂരുവിൽ ഈ കാമുകൻ വിവാഹ വാഗ്ദാനം നൽകി അതിൽ നിന്ന് പിന്മാറിയെന്ന ഒരു കാരണത്താലാണ് യുവതി 20 വയസ്സുകാരിയായ നവ്യ എന്ന് പറയുന്ന പെൺകുട്ടി പാലത്തിന് മുകളിൽ നിന്നും, അതായത് തന്റെ സുഹൃത്തിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ പാലത്തിന് സമീപത്തുമ്പോൾ അവിടെ നിർത്താൻ ആവശ്യപ്പെടുന്നു. അവിടെ നിന്നും ഈ കാമുകനെ ഫോണിൽ വിളിക്കുന്നു. പക്ഷേ കാമുകൻ ഫോൺ എടുക്കുന്നില്ല. ഇതേ തുടർന്ന് ഈ യുവതി പുഴയിലേക്ക് ചാടുകയായിരുന്നു. പുഴയിൽ ചാടി പിന്നീട് വലിയ തെരച്ചിൽ നടത്തി, ഫയർഫോഴ്സ് ഒക്കെ തെരച്ചിൽ നടത്തി. ഒടുവിൽ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ സംഭവത്തിൽ ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് ഇത് തന്നെയാണ്. ഈ കാമുകൻ വിവാഹത്തിൽ നിന്നും പിന്മാറിയ മനമോഷത്തിലാണ് താൻ ഇത്തരത്തിലൊരു മരണം പോകുന്നതെന്ന രീതിയിലുള്ള ഒരു ആത്മഹത്യ കുറിപ്പാണ് കിട്ടിയത്. ഏറ്റവും അവസാനമായി ഈ പാലത്തിന് മുകളിൽ ഈ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഏറ്റവും ഒടുവിൽ ഈ കാമുകനെ വിളിച്ചിരുന്നു. ആ സമയത്തും കാമുകൻ ഫോൺ എടുത്തില്ല എന്നാണ് പറയുന്നത്. ഒപ്പമുണ്ടായിരുന്ന ആ ഒരു സുഹൃത്തുണ്ടായിരുന്നു കുട്ടിയുടെ. അങ്ങനെ പുഴയിൽ ചാടുകയായിരുന്നു. നീണ്ട തെരച്ചിൽ നടത്തി. ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ തെരച്ചിൽ നടത്തിയതിന്റെ ഒടുവിലാണ് ഈ നവ്യയുടെ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യമുണ്ട്. എന്തായാലും വളരെ നിസ്സാരമായ കാരണങ്ങൾ പോലും ഇങ്ങനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന സാഹചര്യം അത് അങ്ങേയറ്റം സങ്കടകരമാണ്. നമുക്കറിയാം, കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമ്മൾ പലതരത്തിലുള്ള ആത്മഹത്യ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൽ എവിടെയാണ് സൂചിപ്പിച്ച പോലെ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിലാണ് രണ്ടിടത്തും പെൺകുട്ടികൾ ജീവനൊടുക്കിയത്. ഒരിടത്ത് വ്യക്തമായ കാരണമുണ്ട്. +1 വിദ്യാർത്ഥിനി, കാസർഗോഡ് സ്വദേശിനി രൂപിക എന്തിനാണ് മരിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതയുണ്ട്. ആത്മഹത്യക്കുറിപ്പോ മറ്റോ കണ്ടെത്തിയിട്ടുണ്ടോ? മറ്റെന്തെങ്കിലും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നോ? അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിലാണോ പെൺകുട്ടി ജീവനൊടുക്കിയത്? പോലീസ് ഇതിൽ പ്രാഥമികമായി നമുക്ക് നൽകുന്ന വിവരം അനുസരിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, അതായത് പരവനടുക്കമാണ്, അവിടെ നിന്ന് പഠിക്കേണ്ട ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ പോകാൻ ഈ കുട്ടിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. വളരെ നിസ്സാരമായ കാരണം എന്ന് ഓർക്കണം. അങ്ങനെ അത് തന്റെ സഹപാഠികളോട് പറയുന്നു, വീട്ടുകാരോടും പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ പോകാൻ തനിക്ക് താല്പര്യമില്ല എന്ന്, അങ്ങനെ ഇവിടെ പോകേണ്ടി വന്നാൽ താൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് ജീവിതത്തിൽ നിന്ന് തന്നെ ഉണ്ടാകില്ല എന്ന് എല്ലാ സുഹൃത്തുക്കളും വിചാരിച്ചത്. അങ്ങനെ അപ്രതീക്ഷിതമായി അങ്ങനെ ഈ കുട്ടിയെ വീട്ടിൽ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കാണപ്പെടുകയായിരുന്നു. പക്ഷേ അപ്പോൾ ജീവനുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിയെങ്കിലും ഇന്ന് രാവിലെയോടുകൂടിയാണ് കുട്ടി മരണത്തിന് കീഴടങ്ങിയത്. ഇതിൽ പ്രധാനമായും പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം അനുസരിച്ച് ഇതാണ് കാരണം. പക്ഷേ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട്. വിദഗ്ധ പോസ്റ്റ്മോർട്ടം കൂടി ലഭിച്ചതിന് ശേഷം, പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം വിവരം കൂടി ലഭിച്ചതിന് ശേഷം മാത്രമേ പോലീസ് ഒരു നിഗമനത്തിലെത്തൂ. ഇതിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് എന്തായാലും കേസെടുത്തിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരമാണ് ഇത്. ഇത്തരത്തിൽ ഈ കുട്ടിക്ക് സ്കൂളിൽ പോകാനുള്ള ഒരു താല്പര്യം കുറവുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു കാരണത്തിൽ ഈ കുട്ടി ആത്മഹത്യ ചെയ്യുന്ന ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. വീട്ടുകാരോടും പങ്കുവച്ചിരുന്നു തനിക്ക് സ്കൂളിൽ പോകുന്നതിൽ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ അത് ജീവിതം അവസാനിപ്പിക്കുന്നതിലേക്ക് ഈ കുട്ടി അങ്ങനെ ഒരു +1 വിദ്യാർത്ഥി നോക്കണം അങ്ങനെ എടുക്കുന്ന സഹപാഠികളോ അത് മാത്രമല്ല വീട്ടുകാരോ അങ്ങനെ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ വളരെ അപ്രതീക്ഷിതമായാണ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്. എന്തായാലും അങ്ങേയറ്റം സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. ഈ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്തുകയാണ്. വൈകിട്ടോടുകൂടി പ്രാഥമികമായ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടും. അതുകൂടി ആയാൽ പോലീസിൽ കൃത്യമായ ഒരു സ്ഥിരീകരണം നൽകും. നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം മാത്രമാണിത്. അത് സഹപാഠികളാണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകിയത്. കൊച്ചി മരടിലെ ആൾതാമസമില്ലാത്ത ഫ്ളാറ്റിൽ മൃതദേഹം. കരിമുകൾ സ്വദേശി സുഭാഷിന്റെ മൃതദേഹം ഫ്ളാറ്റിനോട് ചേർന്നുള്ള മാലിന്യ കൂമ്പാരത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. സുഭാഷ് വീട്ടിൽ നിന്നും പിണങ്ങി കുറച്ച് ദിവസമായി ഈ ഫ്ളാറ്റിൽ താമസിച്ചു വരികയായിരുന്നുവെന്നും കൊലപാതകമല്ലെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. ആജ്ഞ രവീന്ദ്രൻ ചേർന്ന വിവരങ്ങളുമായി. ആജ്ഞ, പോലീസ് പറയുന്നത് ഇത് കൊലപാതകമല്ല, അങ്ങനെയെങ്കിൽ മരണകാരണം കണ്ടെത്തണം, എന്തെങ്കിലും ദുരൂഹതയുണ്ടോ?
ടോം, നിലവിൽ പോലീസിന്റെ ഭാഷ്യം അങ്ങനെയാണ്. അതായത് ദുരൂഹതയില്ല. സുഭാഷ് കുറച്ച് ദിവസമായി ആൾ താമസമില്ലാത്ത ഫ്ളാറ്റിൽ തന്നെയായിരുന്നു താമസിച്ചത്. അവിടെ ബെഡും മറ്റു സാധന സാമഗ്രികളും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബാഗേജ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതേസമയം മദ്യപിക്കുന്ന ശീലമുള്ള ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ മുകളിൽ നിന്നും കാൽ വഴുതി വീണതാകാം എന്നാണ്. അടുത്തുള്ള ഒരു മാലിന്യ കുമ്പാരത്തിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്. മൃതദേഹം 4 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു സുഭാഷിന്റെ മൃതദേഹത്തിന്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ടാണ് തലയ്ക്ക് പിന്നിലായിട്ടൊരു മുറിവുണ്ട്. അത് തലയടിച്ച് വീണതുമായി ബന്ധപ്പെട്ടായിരിക്കാം എന്നാണ്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. മരണകാരണം ഈ തലയ്ക്ക് പിന്നിലേറ്റ മുറിവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഈ സുഭാഷിനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ സുഭാഷിന്റെ സഹോദരി ഭർത്താവ് വ്യക്തമാക്കുന്നതനുസരിച്ചിട്ട് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു മിസ്സിംഗ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയതുമാണ്. ഇവിടെ രാവിലെ എത്തിയിരുന്ന ഒരാളാണ്, അതായത് ആ പ്രദേശത്ത് തന്നെയുള്ള ഒരാളാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. അത് ശരിക്കും ദുർഗന്ധം വമിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആയിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. എന്തായാലും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. സുഭാഷ് വീടുമായി വിട്ടു നിൽക്കുന്ന ഒരാളാണ്, നിരന്തരം വീട്ടിൽ നിന്ന് പിണങ്ങി മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ആളൊഴിഞ്ഞ ആൾപ്പാർപ്പില്ലാത്ത ഈ മരടിലെ ഫ്ളാറ്റിൽ, അത് നിയമപരമായ ചില നിയമക്കുരുക്കളിലൊക്കെ പെട്ട് പണി പൂർത്തിയാകാതെ കിടക്കുന്ന, അല്ലെങ്കിൽ ആളുകളെ താമസിപ്പിക്കാൻ പറ്റാതെ കിടക്കുന്ന ഒരു ഫ്ലാറ്റ് തന്നെയാണ്. കാലങ്ങളായി ഇങ്ങനെ കിടക്കുന്ന ഒരു ഫ്ലാറ്റ് തന്നെയാണ്. ആ ഫ്ലാറ്റിലാണ് സുഭാഷ് അഭയം തേടിയത്. അവിടെ താമസിച്ച് വരികയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആ ചുറ്റുപാടൊക്കെ ആയിട്ട് കണ്ടപ്പോൾ മനസ്സിലാവുന്നത്. എങ്ങനെയാണ് എന്തായാലും അതായത് സുഭാഷിന് അവിടെ താമസിക്കാനുള്ള അദ്ദേഹത്തിന്റെ സാമഗ്രികൾ, ബെഡ്, മറ്റു സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് അദ്ദേഹം കുറച്ച് ദിവസമായി ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നുണ്ട്. അതേസമയം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്നൊരു കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് സഹോദരി ഭർത്താവാണ് അവിടെ എത്തിയിരുന്നത്. അദ്ദേഹമാണ് വ്യക്തമാക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. പെങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് എത്തിയിരുന്നു. പിന്നീട് സുഭാഷിനെ പറ്റി ഒരു വിവരവും ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് കുടുംബം ഈ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിൽ ആ വിഷയത്തിൽ പോലീസ് അന്വേഷണം ആജ്ഞ. കാരണം ഇവിടെ കൊലപാതകമല്ലെന്ന് പറയുമ്പോഴും മറ്റു ദുരൂഹത സംശയിക്കേണ്ടതുണ്ടോ? ഈ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് എങ്ങനെയാണ് സുഭാഷ് അവിടെ എത്തിയത്? മറ്റ് സാമ്പത്തിക പ്രതിസന്ധിയും കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു ആത്മഹത്യയുടെ സാധ്യത കാണുന്നുണ്ട്. പോലീസ് എന്തുകൊണ്ടാണിത് കാൽ വഴുതി വീണ് മരിച്ചതാണെന്ന ഒരു നിഗമനത്തിലെത്താൻ കാരണം? മൃതദേഹം മാലിന്യക്കൂമ്പാരത്തിൽ കിടന്നത് കൊണ്ടാണ് പോലീസ് അങ്ങനെ വിചാരിക്കുന്നത്. അതേസമയം ആത്മഹത്യക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കാരണം ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കുടുംബവുമായി നിരന്തര പ്രശ്നമുണ്ടാക്കിയിരുന്ന ഒരാളുമാണ്. ഈ മരിക്കുന്നതിന് ഒരു കുറച്ച് ദിവസം മുൻപ് സഹോദരിയുടെ വീട്ടിലെത്തിയിരുന്നു. അവിടെയും പ്രശ്നമുണ്ടാക്കിയ ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് യാത്രയാവുന്നത്. അങ്ങനെയാണ് കുറച്ച് ദിവസമായി സുഭാഷിനെ പറ്റി ഒരു വിവരവും ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് കുടുംബം ഈ മാന്യസിംഗ് കേസുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നത്, പുത്തൻകുരിശ് പോലീസിൽ പരാതി നൽകുന്നത്. അങ്ങനെ ഈ ആത്മഹത്യാശ്രമത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്തായാലും പോലീസ് പറയുന്നതനുസരിച്ച് ഒരുപക്ഷെ മദ്യപിക്കുന്ന ആളാണ്. മദ്യപിച്ച് ലക്കുകെട്ട് ഈ മുകളിൽ നിന്നും ഫ്ളാറ്റിന്റെ മുകളിൽ നിന്നും കാൽ വെടുതി വീണതാകാമെന്നാണ്. മാലിന്യക്കൂമ്പാരത്തിൽ മൃതദേഹം കിടന്നത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു അഭിമുഖം വരുന്നതും. പ്രത്യേകിച്ചും ഈ താഴേക്ക് വീണ സാഹചര്യത്തിൽ തലയടിച്ചതാകാമെന്നാണ് പോലീസ് വിചാരിക്കുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് അങ്ങനെയാണ്. എന്നിരുന്നാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാതെ ഇതിൽ പൂർണ്ണമായും കൊലപാതകമാണോ, അതല്ലെങ്കിൽ ആത്മഹത്യയാണോ, അതുമല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആക്സിഡന്റലി സംഭവിച്ച മരണമാണോ എന്നുള്ള കാര്യവും അറിയാനുണ്ട്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. ഫോറൻസിക് സംഘം എന്തായാലും സ്ഥലത്തിന്റെ പരിശോധന നടത്തിയിട്ടുണ്ട്, സാമ്പിളുകൾ ശേഖരിച്ച് മടങ്ങിയിട്ടുണ്ട്. എന്തായാലും ആത്മഹത്യയാണ് അതല്ലെങ്കിൽ കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് ഉള്ളൂർ കാർത്തികൻ എന്ന ആനയെ പാപ്പാന്മാർ ക്രൂരമായി മർദ്ദിച്ചത് ലഹരി ഉപയോഗിച്ചെന്ന പരാതി. പാപ്പാൻ വിഷ്ണു ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. കഴിഞ്ഞ ദിവസം ആനയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. നാട്ടുകാർ നൽകിയ പരാതിയിൽ പാപ്പാനെതിരെ വനം വകുപ്പ് കേസെടുക്കും. നാട്ടാന പരിപാലന ചട്ടം പ്രകാരമാണ് കേസെടുക്കുക.
കാർത്തികേയനെ അകാരണമായി മർദ്ദിക്കുന്നുവെന്ന് നാട്ടുകാരിൽ ചിലർ വിളിച്ചറിയിക്കുകയും ഞാൻ വന്ന് നോക്കുമ്പോൾ അത് നിജസ്ഥിതിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ മതപ്പാടിൽ നിൽക്കുന്ന ആന അതിൻ്റെ 2 കൈയും ബാക്കിലെ കാലും അതായത് മുറിവായിട്ട് അതിങ്ങനെ പൊട്ടി ഒലിക്കുകയാണ്. അത് നാട്ടുകാർ കാണിച്ച വീഡിയോ മറ്റും കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുറിവിൽ തന്നെ പാപ്പാന്മാർ വീണ്ടും അടിക്കുകയാണ്. പിന്നെ ഈ ദേവസ്വം ബോർഡിന്റെ ഓഫീസ് വരുന്നത് തന്നെ ആ കോമ്പൗണ്ടിലാണ് ആനയെ കെട്ടിയിരിക്കുന്നത്. ഇപ്പൊ ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഉള്ളവരുടെ മൂക്കിന്റെ താഴെ എന്ന് പറയാം ഈ അനീതി നടക്കുന്നത്. ഇതുവരെ അങ്ങനെ ഒരു നടപടി ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പാപ്പാന്മാർ എന്ന വ്യാജേനെ ഒരു 10-15 പേർ ചേർന്ന് കൂട്ടം ചേർന്ന് രാവും പകലും ഇല്ലാതെ അവിടെ ക്യാമ്പ് അടിച്ച് നിൽക്കുന്നതായിട്ടാണ് നാട്ടുകാരുടെ ഒരു പരാതി തന്നെയാണ് ഉള്ളത്. അതേസമയം ആരോപണം നിഷേധിക്കുകയാണ് പാപ്പാൻ വിഷ്ണു. മതപ്പാടുള്ളപ്പോൾ ആനയെ തല്ലേണ്ടി വരാറുണ്ടെന്നും ഇയാൾ പറയുന്നു. സംഭവിച്ച ആനയുടെ ജോലി ചെയ്യാൻ വേണ്ടി നമ്മളെ ജോലി കാര്യങ്ങളാണ്. പക്ഷേ ഈ ജോലി കാര്യങ്ങൾ ആനയുടെ ചങ്ങല തമ്മിൽ മാറ്റി ഒന്നിലാടെ ആനയുടെ ബാക്ക് കാലിലെ ചങ്ങലകൾ മാറ്റി കിട്ടണം. ഇത് കിട്ടണമെങ്കിൽ ആനയുടെ ശരീരത്തിൽ ആന ഈ ചങ്ങല ഇട്ടുപിടി നല്ല ഈ വെയിലും മറ്റുള്ള കാര്യങ്ങളും മൂക്കുമ്പോഴത്തേക്ക് ആനയ്ക്ക് ചങ്ങല കൊണ്ട് നല്ല മസിൽ പിടുത്തമാണ് ആനയ്ക്ക്. അപ്പോൾ തലയ്ക്ക് നല്ല പെരുപ്പുണ്ടാവും. ആന മതപ്പാടിലായതുകൊണ്ട് തലയ്ക്ക് നല്ല പെരുപ്പം. നമ്മളെ പൊതുവെ അങ്ങോട്ട് പുറത്തുനിന്നുള്ള ആൾക്കാരായാലും നമ്മളായാലും ആന അടുപ്പിക്കാറില്ല. ആന നമ്മളെ ഓട്ടിക്കാറാണ് പതിവ്. പക്ഷേ നമ്മൾ നമുക്ക് ഈ മരുന്നും കാര്യങ്ങളും വെക്കണമെന്നുണ്ടെങ്കിൽ ആനയെ നമുക്ക് 2 അടി കൊടുക്കാതെ നമുക്ക് ആനയെ പിടിച്ച് പുറകോട്ട് നിർത്താൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞാൽ ആന കേൾക്കത്തില്ല. അപ്പോൾ അടി കൊടുത്താൽ മാത്രമേ നമുക്ക് ആനയെ പുറകോട്ട് പിടിച്ചെടുത്ത് ഈ മുറിവുകളിൽ നമുക്ക് മരുന്ന് വെക്കാൻ പറ്റത്തുള്ളൂ. ഈ മരുന്ന് വെച്ചാൽ മാത്രമേ ഇത് കരിയത്തുള്ളൂ. ഞാൻ ലഹരി ഉപയോഗിക്കാറില്ല. ഞാൻ മദ്യം അടിക്കാറില്ല, ലഹരി ഉപയോഗിക്കാറില്ല. എന്നെ മെഡിക്കൽ പോലും എന്നെ ഇതുവരെ വന്നിട്ടുള്ള ഒരാൾക്കാരെ എന്നെ പിടിച്ചിട്ടില്ല. എന്നെ കൊണ്ടൊന്നും മെഡിക്കൽ എടുത്തിട്ടില്ല. എൻ്റെ കയ്യിൽ നിന്ന് സാധനം പിടിച്ചിട്ടുള്ള ഒരു ഇതുമില്ല. ഇവർ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അവരാണ് യഥാർത്ഥ കഞ്ചാവും ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ഞാൻ ദൃശ്യം പുറത്തു വന്നത് ഞാനത് ശംഭുവാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കഞ്ചാവും വെള്ളം ഉപയോഗിക്കാറില്ല. ശംഭു ഞാൻ വെക്കുന്ന ഒരാളാണ്. ഞാൻ ബീഡിയും സിഗരറ്റും മരിക്കും. ശംഭു വെക്കുന്ന ഒരാളാണ് ഞാൻ. അത് വെക്കുന്ന ഈ വീഡിയോ എൻ്റെ കൂടെ ഇരുന്ന ഒരാളെടുത്ത് അത് കഞ്ചാവാണെന്ന് പറഞ്ഞുകൊണ്ടെടുത്ത് ഗ്രൂപ്പിൽ ഇട്ടതാണ്. അതിന് ഉപകാരമാണ് ഇവരുള്ള ആൾക്കാരെല്ലാവരും അവൻ കഞ്ചാവാണ് ഉപയോഗിക്കുന്നത്, അവൻ കഞ്ചാവും ലഹരി കഴിച്ചുകൊണ്ട് ആനയെ തല്ലുവാണെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ സത്യം പറഞ്ഞ ഇതൊന്നും അല്ല. ഇത് ആനയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഞങ്ങൾ ആനയുടെ ജോലി മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സാരംഗ്, ആനയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും ഈ പാപ്പാൻ ലഹരി പദാർത്ഥമെന്ന് കരുതുന്ന ഒരു വസ്തു ഉപയോഗിക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പക്ഷെ ഇത് പൂർണ്ണമായും ഈ പാപ്പാൻ വിഷ്ണു നിഷേധിക്കുന്നു. മറ്റ് പുകയില ഉൽപ്പന്നമാണ് ഉപയോഗിച്ചതെന്ന് പറയുന്നുണ്ട്. മതപ്പാടുള്ളപ്പോൾ ആനയെ തല്ലേണ്ടി വരാറുണ്ടെന്നും. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ടോം, ഈ ഒരു ദൃശ്യം കഴിഞ്ഞ ദിവസമാണ് പുറത്തേക്ക് വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസടക്കം എടുക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് വനംവകുപ്പ്. കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ വൃശ്ചികം 1-ാം തീയതിയാണ് മതപ്പാടിലായ ഈ ഒരു ആനയെ, ഉള്ളൂർ കാർത്തികേയൻ എന്ന് പറയുന്ന ആനയെ ഇവിടെ തളച്ചത്. അതായത് ദേവസ്വം ബോർഡിനിരുന്ന സ്ഥലത്ത് തന്നെയാണ് ആനയെ തളച്ചിരിക്കുന്നത്. ക്ഷേത്രവുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. പക്ഷെ അന്നു മുതൽ ഇന്ന് വരെ ആന മതപ്പാടിലാണ്. 3 മാസത്തോളം മതപ്പാടിലാകുമെന്നാണ് ഡോക്ടർ അടക്കം വിലയിരുത്തുന്നത്. അത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മോട് പാപ്പാനടക്കം വിശദീകരിച്ചത്. പക്ഷേ ഈ ഒരു മർദ്ദിക്കുന്ന ദൃശ്യം പുറത്തു വന്നതോടുകൂടിയാണ് ഇതിനെ കൂടുതൽ, അതായത് ഇങ്ങനെ ഒരു മതപ്പാടുള്ള ആനയെ മർദ്ദിക്കുന്നത് ലഹരി ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതൊരു ദൃശ്യമടക്കം പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ ആനയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇങ്ങനെ ആനയെ ഉപദ്രവിച്ചുകൊണ്ട് ഇങ്ങനെ പരിപാലിക്കുന്നത് അല്ലെങ്കിൽ ചട്ടം പഠിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ കർശന നിയമം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല മതപ്പാടിലുള്ള ആനയാണ്. ആ സമയത്ത് ഉപദ്രവിക്കുന്നതിൽ കൃത്യമായ പാപ്പന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടടക്കമുണ്ട്. പക്ഷേ ഇതിൽ മറ്റൊരു വശം എന്ന് പറയുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആണ് ഈ മരുന്നും മറ്റു കാര്യങ്ങളും നൽകേണ്ട ഒരു സമയത്ത് ഇങ്ങനെ, അതായത് ഒരു കാലിൽ ചങ്ങല ഉപയോഗിച്ചും മറ്റൊരു കാലിൽ കയറുപയോഗിച്ചുമാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മതപ്പാടിലുള്ള ഒരു ആന കാല് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് വലിക്കുന്ന സമയത്ത്, അതായത് ഈ മതപ്പാടിന്റെ ആ സമയത്ത് ഉണ്ടാകുന്ന കാലുകളുടെ ചലനം മൂലം ഒരു കാലിന് വ്രണങ്ങൾ, അതായത് മുറിവുകൾ ഉണ്ടാവുകയും പിന്നീട് അത് വ്രണമായി മാറുകയും ചെയ്യും. കാരണം ഇടയ്ക്കിടയ്ക്ക് ചങ്ങല മാറ്റി കെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്രണങ്ങളിൽ മരുന്ന് പുരട്ടണമെങ്കിലും ഇത് വലിയൊരു മുറിവായി മാറാതിരിക്കണമെങ്കിലും ചങ്ങല 2 ദിവസം കൂടുമ്പോൾ മാറ്റി കെട്ടണമെന്നും, അങ്ങനെ മാറ്റി കെട്ടണമെങ്കിൽ എതിർത്തിൽ, അതായത് സാധാരണ രീതിയിൽ ആന പറയുന്നത്, അതായത് ആനയെ ചട്ടം പഠിപ്പിച്ചതിന് ശേഷം ആനയ്ക്ക് അനുസരണശീലം ഈ ഒരു മതപ്പാടിന്റെ സമയത്ത് കുറവായിരിക്കും. അതുകൊണ്ടുള്ള അത് അത്തരത്തിലുള്ളൊരു അങ്ങനെ അടിച്ചതാണെന്ന് മാത്രമാണ് ഇപ്പോൾ നമ്മോട് പാപ്പാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ലഹരി ഉപയോഗിച്ച ദൃശ്യമാണ് ഇതിന്റെ വ്യാപ്തി കൂട്ടുന്നത്. കാരണം ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആനയെ ഉപദ്രവിക്കുന്ന വിഷയങ്ങൾ ഇതിന് മുൻപടക്കം പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലൊരു കേസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതായത് ഈ ഉപയോഗിച്ചത് ലഹരി അല്ലാന്നടക്കം അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും അതിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. അതിലിപ്പോൾ അദ്ദേഹത്തിന്റെ അതായത് ടെസ്റ്റുകൾ മറ്റും നടത്തി, അതായത്
രക്തപരിശോധന അടക്കം നടത്തിയാൽ മാത്രമേ അതിൽ സ്ഥിരീകരണം വരികയുള്ളൂ. അങ്ങനെയെങ്കിൽ, അതായത് ലഹരിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് നടത്തിയതെങ്കിൽ ഇത് കൂടുതൽ ഗുരുതരമായൊരു കാര്യമായി മാറും. മാത്രമല്ല വനംവകുപ്പിനെ കൃത്യമായി കേസെടുക്കാൻ സാധിക്കും, ഇപ്പോഴും സാധിക്കും. കാരണം ഒരു ഇത്തരത്തിൽ ആനയെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നത് ചട്ടപ്രകാരം നിയമലംഘനം തന്നെയാണ്. മാത്രമല്ല ഇത് ആന ഈ ഒരു സ്വകാര്യ വ്യക്തിയുടേതുമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആനയാണ്. അതുകൊണ്ട് തന്നെ ബോർഡിന്റെ വിശദീകരണം അടക്കം ചേർത്തുകൊണ്ടായിരിക്കും കേസിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക. മാത്രമല്ല ഇപ്പോൾ അത് ആനയെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അടക്കം വിശദീകരണം തേടേണ്ടി വരും. കാരണം 1.5 മാസം, അതായത് വൃശ്ചികം തൊട്ട് ഈ സമയം വരെയും ആന ഇപ്പോൾ ഡോക്ടറുടെ പരിപാലനത്തിലാണ്. ഈ ഒരു ഡോക്ടർ നിർദ്ദേശിച്ചുള്ള മരുന്നുകൾ നൽകിയിട്ടുണ്ടെന്നാണ് പാപ്പാൻ അവകാശപ്പെടുന്നത്. ആ കാര്യത്തിലടക്കം വിശദീകരണം വരണം. ഇങ്ങനെ ഇത്തരത്തിലൊരു രീതി നിലനിൽക്കുന്നുണ്ടോ, മാത്രമല്ല ഇങ്ങനെ ഒരു അതായത് മുറിവിന്റെ കാര്യമടക്കം അദ്ദേഹം പറയുന്നുണ്ട്. അത് കാലങ്ങളായിട്ടുള്ള, അതായത് മതപ്പാടിന് സമയത്ത് ഉണ്ടാകുന്നതാണോ എന്നടക്കമുള്ള കാര്യത്തിൽ വിശദീകരണം വരേണ്ടതുണ്ട്. എന്ത് തന്നെയാണെങ്കിലും വനംവകുപ്പ് ഇതിൽ കേസെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരു കേസെടുത്തുകൊണ്ട് ഇതിന്റെ കാര്യങ്ങൾ കൂടുതൽ ആരാഞ്ഞതിനു ശേഷമായിരിക്കും ഇതിലൊരു സ്ഥിരീകരണവും തുടർന്ന് പാപ്പാന് നേരെ എന്തെങ്കിലും ബോർഡിന്റെ ഭാഗത്ത് നടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. കേട്ടോ, തീർച്ചയായും എന്താണ് വനംവകുപ്പിന്റെ നടപടി എന്ന് ഇനി അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നാട്ടുകാരാണ് പരാതി നൽകിയിരിക്കുന്നത്. ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമായിരിക്കും ഈ പാപ്പാനെതിരെ കേസെടുക്കുക? കാരണം ചില സാഹചര്യങ്ങളിൽ മതപ്പാടുള്ളപ്പോൾ ആനയെ തല്ലേണ്ടി വരാറുണ്ടെന്ന് ചില പാപ്പാന്മാർ പറയാറുണ്ട്. അത്തരം നടപടികളൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം ഒരു വിശദീകരണം പൂർണ്ണമായിട്ടും നാട്ടുകാർ അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ പതിവായി ഇയാൾ ആനയെ ഉപദ്രവിക്കാറുണ്ടോ? അത്തരം ഒരു പരാതി ഉണ്ടോ സാരംഗേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരാതി ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേസിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. പക്ഷേ അതിന് തക്ക രീതിയിലുള്ള തെളിവുകളോ മറ്റോ അവർ ഹാജരാക്കിയിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ ഈ ഒരു ദൃശ്യമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇത് ഒരു മതപ്പാടിന്റെ സമയത്തുള്ളതാണെന്നാണ് അവകാശപ്പെടുന്നത് അടക്കം. പക്ഷേ അതിന് മുൻപും, അതായത് ഈ ഒരു മതപ്പാടിലേക്ക് ആന എത്തുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെയുള്ള മർദ്ദിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല 5 വർഷമായി ഈ ആനയെ പരിപാലിക്കുന്ന പാപ്പനാണ് നമ്മോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ ആരോപണം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു 5 വർഷ കാലയളവിലടക്കം ഇങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നടക്കം പരിശോധിക്കും. മാത്രമല്ല ബോർഡിന്റെ, അതായത് ഈ ഒരു ആനയെ തളച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഓഫീസും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആനയെ ഉപദ്രവിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥ തലത്തിലടക്കം ചർച്ച ചെയ്യും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരടക്കം അത് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ അവരുടെ, അതായത് തൊട്ട് മുൻപിലാണ്, അതായത് ആ ഒരു കെട്ടിടം നിലനിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ആനയെ തളച്ചിരിക്കുന്നതും അവിടെയാണ് ആനയെ പരിപാലിക്കുന്നതടക്കം. അതുകൊണ്ട് തന്നെ ക്രൂരമായ ഒരു സംഭവം നടക്കുമ്പോൾ അങ്ങനെ നാട്ടുകാർ പരാതിപ്പെടുന്നതിനൊപ്പം തന്നെ ബോർഡ് അംഗങ്ങൾ ഇതിൽ ശ്രദ്ധ ചെലുത്തിയില്ല എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ബോർഡിന്റെ തലത്തിലേക്കും അന്വേഷണം ഉണ്ടാകും. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ, അവർ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടുണ്ടോ, അതിന് മുൻപ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യങ്ങളടക്കം വിലയിരുത്തേണ്ടതുണ്ട്. കാരണം 5 വർഷം ഈ ആനയെ പരിപാലിക്കുന്ന ഈ ഒരു പാപ്പാൻ തന്നെയാണ്. ഒപ്പം ഈ ഒരു നാട്ടുകാരുടെ കാര്യം കൂടി, അതായത് ഈ ഒരു സ്ഥലത്തിനോട് ചേർന്ന് തന്നെ റെസിഡൻസ് അസോസിയേഷൻ, അതായത് റെസിഡന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒപ്പം തന്നെ തൊട്ടടുത്ത വീടുകളുണ്ട്. ഇപ്പോൾ മതപ്പാടിലുള്ള ആന ഇവിടെ നിന്നും പല കമ്പും മറ്റും എടുത്ത് തൊട്ടടുത്ത വീട്ടിലേക്ക് എറിയുകയും ജനൽ ചില്ലകളടക്കം പൊട്ടുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മതപ്പാടിലാണെന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട്. ഒപ്പം ഇതിന്റെ കൂടുതൽ പശ്ചാത്തല കാര്യങ്ങളടക്കം പരിശോധിച്ച് പാപ്പാന്റെ അതായത് മുന്നേ എവിടെയൊക്കെയാണ് പാപ്പാനായി നിന്നിട്ടുള്ളതും അവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യമടക്കം വിശകലനം ചെയ്ത ശേഷമായിരിക്കും വനം വകുപ്പ് കൂടുതൽ നടപടിയിലേക്ക് കടക്കുക. കേട്ടോ, യെസ്, വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. ആനയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പാപ്പാനെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് വനം വകുപ്പ്. പെരുമ്പാവൂർ ഒക്കലിൽ പച്ചക്കറിക്കട തീവെച്ച് നശിപ്പിച്ചതായി പരാതി. ഒക്കൽ ആലിൻചുവട്ടിൽ പ്രവർത്തിക്കുന്ന അരീക്കൽ പൗലോസിന്റെ പച്ചക്കറിക്കടയാണ് സാമൂഹ്യ വിരുദ്ധർ തകർത്തത്. തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. കട പൂർണ്ണമായും കത്തി നശിച്ചു. സ്ഥാപനം കത്തിച്ചവരെ എത്രയും വേഗം കണ്ടെത്തി നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കട ഉടമ പൗലോസ് പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകി. അവിടെ ഒന്ന് കിടത്താൻ പറ്റും. ഞാനൊരാളായിട്ട് വഴിയായിട്ട് പോയിട്ടില്ല, എനിക്ക് ഒരാളായിട്ട് വഴിയാക്കില്ല. പക്ഷെ ഇത് ചെയ്തത് സ്വല്പം കൂടുതലായി ഡിപ്രഷൻ മുടക്കി. വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. ഈ പൗലോസാനെ സംബന്ധിച്ചിടത്തോളം ഒരു 1-2 വർഷമായിട്ട് ഇവിടെ ഈ ചെറിയ കച്ചവടമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്.
തികച്ചും വളരെയേറെ വേദനാജനകമാണ്. കാരണം ഇത് കണ്ടു കഴിയുമ്പോൾ ഇതൊന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ആ ഒരു കടേനെ മൊത്തമായിട്ട് കത്തിച്ചു കളയുന്ന ഒരു സ്ഥിതിയിലാണ് നമുക്ക് കാണാൻ പറ്റും. വളരെയേറെ വിഷമമുണ്ട്. കാരണം ഒരാളുടെ ഒരു ജീവിതമാർഗത്തെ മനഃപൂർവ്വം ആയ രീതിയിൽ ചെയ്തതിന് തുല്യമാണ് ഈ സീന് കാണുന്നത്. വളരെയേറെ കാലങ്ങളായിട്ട് പുള്ളി ഈ ചെറിയ കച്ചവടം നടത്തി അന്നത്തെ ആഹാരത്തിന് വേണ്ടി ജീവിക്കുന്ന ഈ മനുഷ്യന്റെ ഈ കട കത്തിച്ചതിൽ വളരെയധികം പ്രതിഷേധാർഹമാണ്. ഞങ്ങൾക്കതിന് എല്ലാവർക്കും വേണ്ടുന്നുണ്ട്. അത് മാത്രമല്ല ഈ സാമൂഹിക വിരുദ്ധർക്കെതിരെ ഉടനെ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ. കടയുടമയുടെ പരാതിയിൽ പെരുമ്പാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നവമി ദിനേശ് ചേരുന്ന വിവരങ്ങളുമായി. നവമി, വളരെ സങ്കടകരമായ അവസ്ഥയാണ്. കാരണം ഈ പൗലോസ് ഈ ഒരു കട കൊണ്ടാണ് ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്നത്. അതാണ് കഴിഞ്ഞ രാത്രി സാമൂഹ്യ വിരുദ്ധർ തീ വെച്ച് നശിപ്പിച്ചത്. ആരാണ് അക്രമത്തിന് പിന്നിലെന്ന് വിവരമുണ്ടോ? പൗലോസ് എന്തെങ്കിലും സംശയമുണ്ടോ? മറ്റു ശത്രുക്കളോ മറ്റോ ഉള്ളതാണോ? എന്താണ് സംഭവിച്ചത്? ഈ കടയിൽ നിന്ന് ലഭിക്കുന്ന ഏക വരുമാനമാണ് പൗലോസും ഭാര്യയുടെയും ഉപജീവന മാർഗം. മറ്റു വരുമാനങ്ങളൊന്നും തന്നെയില്ല. കുറച്ചധികം നാളായി ഈ പ്രദേശത്ത് കട നടത്തുന്ന വ്യക്തിയാണ് പൗലോസ്. മറ്റ് ശത്രുക്കൾ ആരും തന്നെ ഇല്ല എന്ന് പൗലോസ് പറയുന്നു. നാട്ടുകാരും അത് തന്നെയാണ് പറയുന്നത്. പൗലോസ് ആ നാട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ്. പ്രത്യേകിച്ച് ആരുമായിട്ട് ശത്രുതയോ വഴക്കോ ഒന്നും തന്നെയില്ല. നാട്ടുകാർക്കും അത്തരത്തിലുള്ളൊരു പരാതി പൗലോസിനെതിരെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാമൂഹിക വിരുദ്ധർ തന്നെയാകാം ഇത് ഈ കട കത്തിച്ചത് എന്ന് തന്നെയാണ് പൗലോസും നാട്ടുകാരും ഒക്കെ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പെരുമ്പാവൂർ പോലീസിന് പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. കടയിൽ നിന്നും തീയും പുക ഉയരുന്നത് കണ്ട് അടുത്തുള്ള ഓട്ടോ ഡ്രൈവർമാരാണ് ഇത് ആദ്യം കണ്ടത്. ഉടനെ തന്നെ പൗലോസിനെ വിവരം അറിയിച്ചു. ഇവർ തീ അണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും കട പൂർണ്ണമായും കത്തി നശിക്കുകയായിരുന്നു. കടയിലുണ്ടായിരുന്ന പച്ചക്കറികളും മറ്റു സാധനങ്ങളും ട്രേകളും എല്ലാം തന്നെ നശിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. പൂർണ്ണമായും കത്തി നശിച്ച നിലയിൽ തന്നെയാണ് ഇപ്പോൾ ആ കടയുള്ളത്. പിന്നീട് അതിന്റെ തൊട്ടടുത്ത് ഈ സേനകൾ സ്വരൂപിക്കുന്ന മറ്റ് വസ്തുക്കളും ചാക്കിൽ കെട്ടിയ വസ്തുക്കളെല്ലാം തന്നെ കത്തി നശിക്കുകയും ചെയ്തു. വലിയൊരു തീ തന്നെയായിരുന്നു ആ സംഭവ സമയം അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് നാട്ടുകാർ എല്ലാവരും ചേർന്നാണ് തീ അണച്ചത്. പക്ഷേ കട പൂർണ്ണമായും കത്തി നശിച്ച നിലയിൽ തന്നെയാണ്. വലിയ വിഷമത്തിൽ തന്നെയാണ് പൗലോസ്. ഏക വരുമാന മാർഗമായിരുന്നു, ഉപജീവന മാർഗമായിരുന്നു. അത് നഷ്ടപ്പെട്ട ഒരു ഘട്ടത്തിൽ ഇത് ചെയ്തവർക്കെതിരെ കടുത്ത നടപടി എടുക്കണമെന്ന് തന്നെയാണ് ആവശ്യവും. അതിന്റെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ പോലീസ് ഇപ്പോൾ കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. എന്തായാലും അന്വേഷണം ആരംഭിച്ച് അടുത്ത സമീപ പ്രദേശങ്ങളിലെ CCTV അടക്കം പരിശോധിച്ച് പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. ഇത് ഇത്രയും ദയനീയമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. പൗലോസ് എന്തെങ്കിലും സംശയമുണ്ടോ? കാരണം വളരെ സാധുവായിട്ടുള്ളൊരു മനുഷ്യനാണ്, കണ്ടാൽ മനസ്സിലാകും. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായിരുന്നു? അതിൻ്റെ എന്തെങ്കിലും ഒരു പകവീട്ടലായി ഇതിനെ കാണണോ? അതോ എന്താണ് പോലീസിൻ്റെ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ നിഗമനം എന്താണ്? അങ്ങനെ പൗലോസിന് ശത്രുക്കൾ ആരും തന്നെ ഇല്ല എന്നാണ് പൗലോസ് തന്നെ പറയുന്നത്. ശത്രുക്കൾ ആരും തന്നെ ഇല്ല, അല്ലെങ്കിൽ ഈ അടുത്തിടയ്ക്ക് ആരുമായെങ്കിലും വഴക്കുണ്ടാകുകയോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് പൗലോസ് പറയുന്നത്. നാട്ടുകാരും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. പൗലോസ് കുറെ നാളുകളായി അവിടെ കച്ചവടം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് പ്രദേശവാസികളൊക്കെ സാധനങ്ങൾ വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. ശത്രുക്കളോ അങ്ങനെ പ്രശ്നക്കാരോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ആരാണ് ഇത് ചെയ്തതെന്നൊരു കാര്യമാണ് നാട്ടുകാർക്കും പൗലോസിനും അറിയേണ്ടത്. നാട്ടുകാർ പറയുന്ന പ്രകാരം ആദ്യമായിട്ടാണ്, വളരെ സമാധാനത്തോടെ ജീവിക്കുന്ന കുറച്ച് ആളുകളാണ് അവിടെ, അല്ലെങ്കിൽ അവിടെ നിരവധി കടകളും ഒക്കെ ഉണ്ട്. ഇതുപോലെ സാധാരണ ഉപജീവന മാർഗം നടത്തുന്ന നിരവധി പേരുണ്ട്. അവർക്കൊക്കെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് കൂടി ഈ സംഭവം മാറി എന്നതാണ് മനസ്സിലാകുന്നത്. ഈ സാമൂഹിക വിരുദ്ധർ തന്നെയാകാം ഈ കട പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് എന്ന ഒരു നിഗമനത്തിലാണ് അവർ നിൽക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പൗലോസിന്റെയും നാട്ടുകാരുടെയും ഒക്കെ ദൃക്സാക്ഷികളുടെയും ഒക്കെ മൊഴി വിശദമായി രേഖപ്പെടുത്തി സമീപത്തിലുള്ള CCTV അടക്കം പരിശോധിച്ച ശേഷം ഉടനെ പ്രതികളെ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. പെരുമ്പാവൂർ ഒക്കലിലാണ് പച്ചക്കറിക്കട സാമൂഹ്യ വിരുദ്ധർ തീ വെച്ച് നശിപ്പിച്ചത്. റിപ്പോർട്ടിലേക്ക് പൂർണ്ണമാകും. നമസ്കാരം.